അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറും നടത്തിയ ചർച്ച ഇപ്പോൾ എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾ നിറയുകയാണ്. പൊതുവെ അമേരിക്കൻ പ്രസിഡന്റിന് പാകിസ്ഥാനുമായി നല്ല ബന്ധമാണെന്നും അദ്ദേഹം ഭീകരബന്ധത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും പല നേതാക്കളും ലോകരാജ്യങ്ങളും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പുതിയ സംഭവങ്ങൾ നിറയുന്നതും. ബുധനാഴ്ച വൈറ്റ് ഹൌസിൽ വെച്ചാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. ഇരുവരുടെയും കൂടിക്കാഴ്ചകളിലെ നയതന്ത്രപരമായ പ്രാധാന്യത്തിനപ്പുറം പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയെ ചുറ്റിപ്പറ്റിയുള്ള വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത്. രാഷ്ട്രീയം മുതൽ ദീർഘകാല നയതന്ത്ര ഒത്തുചേരൽ വരെ ആഗോള സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ എന്നൊക്കെയാണ് റിലീസിൽ നൽകിയിരിക്കുന്നത്. റിലീസിന്റെ ഏകദേശം 60% ഒരു നയതന്ത്ര രേഖയെന്നതിനപ്പുറം AI സൃഷ്ടിയാണെന്നാണ് മനസ്സിലാകുന്നതെന്ന് വിമർശകരും നിരൂപകരും ചൂണ്ടിക്കാട്ടുന്നു. നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ലോകം മുഴുവൻ കാണുന്ന ഒരു പ്രസ്താവന പുറത്തിറക്കാൻ AI ഉപയോഗിക്കുന്നതിനെ പറ്റി ചിന്തിച്ചു നോക്കൂ. ജസ്റ്റ് പാകിസ്ഥാൻ തിങ്സ് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഒരു യുദ്ധം തോൽക്കുകയും മറ്റൊരു രാജ്യത്തിന്റെ സൈനികാഭ്യാസത്തെ സ്വന്തം സൈനിക നടപടിയായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന ഒരു നിരക്ഷര രാജ്യത്ത് നിന്ന് കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ AI വാർത്താക്കുറിപ്പിനെ കുറിച്ച് വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. എന്നാൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന് കാരണം ഇന്ത്യ പാക് സംഘർഷം യുദ്ധത്തിലേക്ക് എത്താതിരുന്നതിന് കാരണമായത് ട്രംപ് ആയതുകൊണ്ടാണെന്നാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ പ്രതികരിച്ചത്. ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അസിം മുനീർ ശുപാർശ ചെയ്യുന്നുവെന്ന വാർത്തകളും പുറത്തു വരികയാണ്. കഴിഞ്ഞ മാസം നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ആണവ യുദ്ധത്തിൽ എത്താതെ തടഞ്ഞത് ട്രംപ് ആണെന്ന് അവകാശപ്പെട്ടാണ് ഈ ശുപാർശയെന്ന് വൈറ്റ് ഹൌസ് വക്താവ് അന്ന കെല്ലി വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കിയ വെടിനിർത്തൽ ധാരണയിൽ മറ്റൊരു രാജ്യത്തിനും പങ്കില്ലെന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുന്ന വേളയിലാണ് ട്രംപിന്റെയും അസിം മുനീറിന്റെയും കൂടിക്കാഴ്ചയും നൊബേൽ ശുപാർശയും വരെ വലിയ ചർച്ചയാകുന്നത്. അതേസമയം പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീറിനെ കാണാൻ കഴിഞ്ഞതിൽ തനിക്ക് ബഹുമതി ലഭിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുമായി യുദ്ധത്തിൽ ഏർപ്പെടാത്തതിന് അദ്ദേഹത്തോട് നന്ദി. സംഘർഷം ഒഴിവാക്കുന്നതിൽ ഇരു രാജ്യങ്ങളും വളരെ മിടുക്കരാണെന്നും ട്രംപ് പറഞ്ഞു. യുദ്ധത്തിൽ ഏർപ്പെടാതിരിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തതിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി മോദി അല്പം മുൻപ് പോയി ഇന്ത്യയുമായി ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുകയാണ്. നമ്മൾ പാകിസ്ഥാനുമായി ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. രണ്ട് വളരെ മിടുക്കരായ ആളുകൾ യുദ്ധം തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. അവർ രണ്ട് വലിയ ആണവ ശക്തികളാണ്. ഇന്ന് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ബഹുമതി തോന്നുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. കൂടാതെ ബുധനാഴ്ച വൈറ്റ് ഹൌസിൽ ട്രംപ് അസിം മുനീറിന് ഉച്ചഭക്ഷണം നൽകുകയും ചെയ്തു. മുതിർന്ന സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ അകമ്പടി കൂടാതെ നടന്ന ഒരു US പ്രസിഡന്റും പാകിസ്ഥാൻ സൈനിക വൈറ്റ് ഹൌസ് കൂടിക്കാഴ്ചയിൽ അസിം മുനീറുമായി ഇറാനെക്കുറിച്ച് ചർച്ച ചെയ്തതായി ഡൊണാൾഡ് ട്രംപും സ്ഥിരീകരിച്ചു. അവർക്ക് ഇറാനെ നന്നായി അറിയാം, മറ്റുള്ളവരെക്കാൾ നന്നായി. അവർ ഒന്നിലും സന്തുഷ്ടരല്ല. എന്താണ് സംഭവിക്കുന്നതെന്നും അവർ കാണുന്നു. അദ്ദേഹം എന്റെ അഭിപ്രായത്തോട് യോജിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. എന്നാൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർ വലിയ വില നൽകേണ്ടി വരുമെന്ന് G7 ഉച്ചകോടിയിൽ ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പല രാജ്യങ്ങളും ഭീകരതയെ പരസ്യമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യക്കെതിരെ ഭീകരതയെ പ്രോത്സാഹിപ്പിച്ചാൽ ഇന്ത്യ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് മോദി മറ്റു രാജ്യങ്ങൾക്ക് നൽകിയത്. തീവ്രവാദികൾക്കെതിരായ ആഗോള നടപടികൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി G7 നേതാക്കളോട് ആവശ്യപ്പെട്ടു. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ കാഴ്ചപ്പാട് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ നിലപാട് അവതരിപ്പിക്കുകയും ചെയ്തു. G7 കോണ്ടാക്ട് സെഷനിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി മോദി തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും പറഞ്ഞു. ആഗോള സമാധാനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി നമ്മുടെ ചിന്തയും നയവും വ്യക്തമായിരിക്കണം. തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും അതിന് വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഒരു രാജ്യത്തിന്റെയും പേര് പറയാതെ തന്നെ പ്രധാനമന്ത്രി മോദി അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശക്തമായ സന്ദേശമാണ് നൽകിയത്. പല രാജ്യങ്ങളും ഭീകരതയെ പരസ്യമായി പിന്തുണയ്ക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തീവ്രവാദികളുടെ അനുയായികൾക്ക് അവർ അവാർഡുകളും നൽകുന്നു. പ്രധാനമന്ത്രി മോദിയുടെ ഈ പ്രസ്താവന തീവ്രവാദികളോട് അനുഭാവമുള്ള പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീറിന്റെ സമീപകാല അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.